Good morning everyone. Our first topic is closure of a graph. ഒരു ഗ്രാഫിന്റെ ക്ലോഷർ എന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ക്ലോഷർ C of G of a graph G of order n is the graph obtained from G by joining the pairs of non-adjacent vertices whose degree sum is greater than or equal to n until no such pairs remains. അതായത് ഒരു ഗ്രാഫ് G എടുക്കുക, അതിൽ n വെർട്ടിസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ നോൺ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പെയേഴ്സ് എടുക്കുക, ഇവരുടെ ഡിഗ്രി നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെ കിട്ടുന്ന സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ നമ്മൾ ആ നോൺ അഡ്ജസ്റ്റൻ്റ് വെർട്ടിസസിനെ അഡ്ജസ്റ്റൻ്റ് ആക്കുക, അതായത് അവർക്കിടയിൽ ഒരു എഡ്ജ് കണക്ട് ചെയ്യുക. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അൺടിൽ നോ സച്ച് പെയേഴ്സ് റിമൈൻസ്. അങ്ങനെ കിട്ടുന്ന ഫൈനൽ ഗ്രാഫാണ് ഇതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നൊട്ടേഷൻ C of G ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് G. അപ്പോൾ ജിയിൽ എത്ര വെർട്ടെക്സ് ഉണ്ട്? 6 വെർട്ടിസസ് ഉണ്ട് അല്ലേ? സോ ഹിയർ n ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നോൺ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പേയേഴ്സ് എടുക്കുക, അവരുടെ സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ അവരെ അഡ്ജസ്റ്റൻ്റ് ആക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും എടുക്കുക. ഇത് നോൺ അഡ്ജസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇവരുടെ സം എന്ന് പറയുന്നത് 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 അല്ല. അപ്പോൾ ഇവരെ നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും എടുക്കുക, അവിടെയും സം ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 അല്ല, ഇത് 4 ആണ്. അപ്പോൾ അവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ രണ്ട് പേയേഴ്സ് എടുക്കുക, അപ്പോൾ ഇവർക്ക് എന്താണ് പ്രത്യേകത? ഈ ഡിഗ്രി സമ്മ് 6 ആണ്, ഈ ഡിഗ്രി സമ്മും 6 ആണ്. അപ്പോൾ ഈ രണ്ട് പേയേഴ്സുകൾക്കിടയിൽ നമ്മൾ എഡ്ജ് കൊടുക്കുക. സോ അങ്ങനെ നമുക്ക് അടുത്ത ഗ്രാഫ് കിട്ടി. നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇപ്പോൾ ഇവിടെ ഡിഗ്രി കൂടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും കൂടെ എടുത്താൽ എന്താണ്? ഇപ്പം ഇതിന്റെ ഡിഗ്രി 2 ആയി, ഇതിന്റെ ഡിഗ്രി 4 ആയി. ഇപ്പം നമ്മൾ ഡിഗ്രി ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ 6 വന്നില്ലേ? അപ്പോൾ ഇവിടെ ഡിഗ്രി സം 6 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു എഡ്ജ് കണക്ട് ചെയ്യും. ഇതാ ഇവിടെ നോക്കൂ, ഇതുപോലെ ഇവിടെ ഡിഗ്രി സം 6 ആണ്, അപ്പോൾ ഇവിടെയും ഒരു എഡ്ജ് കൊടുക്കും. പിന്നെ ഇവിടെയും ഡിഗ്രി സം 6 ആണ്, ഇവിടെയും ഡിഗ്രി സം 6 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? ഓരോ എഡ്ജസ് കൊടുക്കും. അപ്പം നമുക്ക് ഇനി വേറെ നമ്മൾ എഡ്ജസിൻ്റെ ഇപ്പം ഇവിടെ നമ്മൾ ഡിഗ്രി സം നോക്കുവാണെങ്കിൽ എന്താ വരിക? 4 വരിക അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എഡ്ജ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് നെക്സ്റ്റ് ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. ഈ ഗ്രാഫിൽ നമ്മൾ ഇവിടെ വെച്ചും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഗ്രാഫിൽ വീണ്ടും നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4 വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്താണ്? 5 ആണ് വന്നേക്കുന്നത്. ആകെ മൊത്തം ഉള്ളത് 6 വെർട്ടിസസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ 4 പേരും ബാക്കി എല്ലാത്തിനോടും കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവരുടെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നോൺ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആകെ ഒരേ ഒരു പെയറേ ഉള്ളൂ. ഇതാ ഈ 2 വെർട്ടെക്സും ആണ് ആ പെയർ. അവരുടെ ഡിഗ്രീസും നോക്കുക, 4 + 4 8 അല്ലേ? അത് ഗ്രേറ്റർ ദാൻ 6 ആണ്. സോ നമ്മൾ വീണ്ടും ഇവർക്കിടയിൽ ഒരു എഡ്ജ് കണക്ട് ചെയ്യുക. ഇതാ നോക്കൂ, അപ്പോൾ നമുക്ക് പുതിയ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫിൻ്റെ ക്ലോഷർ. ഇനി നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും ഡിഗ്രി എന്ത് വരും? 5 വരും. അപ്പോൾ എല്ലാം പരസ്പരം അഡ്ജസ്റ്റൻ്റ് ആയി. ഇനി ഇവിടെ നോൺ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളതൊന്നും ബാക്കിയില്ല. നോൺ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ദി ക്ലോഷർ ഓഫ് G. നെക്സ്റ്റ് നമുക്കൊരു തിയറം നോക്കാം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് G be a graph of order n greater than or equal to 3 if for every integer j with 1 less than or equal to j less than or equal to n by 2 the number of vertices of G with degree at most j. at most j എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു j, മാക്സിമം j വരെ വരാൻ പാടുള്ളൂ. സോ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു j. the number of vertices of G with degree at most j is less than j. അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് വിത്ത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു j എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ j ആയിരിക്കും. ദെൻ G ഈസ് ഹാമിൽട്ടോണിയൻ. അപ്പം ഇത് 1 മുതൽ n/2 വരെയുള്ള എല്ലാ ജെയ്ക്കും ഇത് ശരിയായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള ഗ്രാഫാണ് ഹാമിൽട്ടോണിയൻ ആവുന്നത്. നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു തിയറം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറം: എ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ക്ലോഷർ ഈസ് ഹാമിൽട്ടോണിയൻ. ഇപ്പോൾ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ക്ലോഷർ ഹാമിൽട്ടോണിയൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. തിരിച്ച് ക്ലോഷർ ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ഗ്രാഫും ഹാമിൽട്ടോണിയൻ ആയിരിക്കും, ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ക്ലോഷറും ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, അപ്പൊ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ജി ഹാമിൽട്ടോണിയൻ എന്ന് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് പകരം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ജിയുടെ ക്ലോഷർ, അതായത് സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം കംപ്ലീറ്റ് ഗ്രാഫ് എപ്പോഴും ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സോ ഹിയർ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് സി ഓഫ് ജി ഈസ് കംപ്ലീറ്റ്. അപ്പൊ സി ഓഫ് ജി കംപ്ലീറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സി ഓഫ് ജി എന്തായി? ഹാമിൽട്ടോണിയൻ ആയി. അപ്പൊ സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആയാൽ ജിയും ഓട്ടോമാറ്റിക്കലി ഹാമിൽട്ടോണിയൻ ആയിക്കോളും. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ സി ഓഫ് ജി കംപ്ലീറ്റ് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇവിടെയും കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. സോ ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് സി ഓഫ് ജി ഈസ് നോട്ട് കംപ്ലീറ്റ്. ഇപ്പം നോട്ട് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് വൺ പെയർ ഓഫ് നോൺ അഡ്ജസ്റ്റന്റ് വെർട്ടിസസ് എങ്കിലും അവിടെ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് സി ഓഫ് ജി ഹാസ് പെയേഴ്സ് ഓഫ് നോൺ അഡ്ജസ്റ്റന്റ് വെർട്ടിസസ്. ഒന്നോ രണ്ടോ എത്ര പെയേഴ്സ് വേണമെങ്കിലും വരാം, എന്തായാലും അറ്റ്ലീസ്റ്റ് വൺ പെയർ വേണം. ഇപ്പോൾ സി ഓഫ് ജി കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് അതിനകത്ത് നോൺ അഡ്ജസ്റ്റന്റ് പെയേഴ്സ് ഓഫ് വെർട്ടിസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പെയേഴ്സും നമ്മൾ നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു പെയർ നമ്മൾ ചൂസ് ചെയ്യുക. ആ പെയറാണ് യു ഡബ്ല്യു. ആ പെയറിന്റെ പ്രത്യേകത എന്തായിരിക്കണം? അവരുടെ സം ഓഫ് ഡിഗ്രി ഇൻ സി ഓഫ് ജി. നമ്മൾ ഈ സി ഓഫ് ജി എന്ന് എടുത്തു പറയാൻ കാരണം വെർട്ടെക്സുകൾ ജിയിലും സി ഓഫ് ജിയിലും സെയിം തന്നെയാണ്. നമ്മൾ സി ഓഫ് ജി ഉണ്ടാക്കുമ്പോൾ എഡ്ജസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, വെർട്ടെക്സുകൾക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ ജിയുടെ വെർട്ടെക്സ് സെറ്റും സി ഓഫ് ജിയുടെ വെർട്ടെക്സ് സെറ്റും സെയിം തന്നെയാണ്. പക്ഷെ ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി ജിയിലുള്ള ഡിഗ്രിയും സി ഓഫ് ജിയിലുള്ള ഡിഗ്രിയും ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ അഡീഷണൽ എഡ്ജസ് കൊടുക്കുന്നുണ്ട് സി ഓഫ് ജി കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഡിഗ്രി കൂടി വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എവിടുത്തെ ഡിഗ്രിയാണെന്ന് എടുത്തു പറയുന്നത്. അപ്പം നമ്മളിവിടെ തൽക്കാലം ട്രീറ്റ് ചെയ്യുന്നത് സി ഓഫ് ജിയിലെ ഡിഗ്രികളാണ്. സോ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന പെയർ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് ഡബ്ല്യു ഇൻ സി ഓഫ് ജി മാക്സിമം വരുന്ന നോൺ അഡ്ജസ്റ്റന്റ് പെയർ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ നോൺ അഡ്ജസ്റ്റന്റ് വെർട്ടിസസിന്റെയും സം ഓഫ് ഡിഗ്രി ഇതിനേക്കാളും ചെറുതായിരിക്കും. സോ ഇവര് നോൺ അഡ്ജസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആണ്. എന്തുകൊണ്ടാ? കാരണം ഇവരുടെ സം ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? യുവും ഡബ്ല്യുവും തമ്മിൽ അഡ്ജസ്റ്റന്റ് ആക്കിയേനെ. അതാണ് നമ്മുടെ ക്ലോഷറിന്റെ പ്രോപ്പർട്ടി. ക്ലോഷർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നോൺ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള പെയേഴ്സിന്റെ സം ഓഫ് ഡിഗ്രി നമ്മൾ നോക്കും. ആ സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ നമ്മൾ അവരെ അഡ്ജസ്റ്റന്റ് ആക്കും. അപ്പോൾ ഇവര് സി ഓഫ് ജിയിൽ നോൺ അഡ്ജസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുക. അതിന്റെ അർത്ഥം ഇവരുടെ സം ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ n എന്നാണ് അതിന്റെ മീനിങ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. സോ അസ്യൂം അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഡിഗ്രി സമ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്നാണ് കിട്ടിയത്. അപ്പൊ ഇതിൽ ഏതാ വലുതെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമ്മൾ അസ്യൂം ചെയ്യുന്നു ഡിഗ്രി ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഡബ്ല്യു എന്ന്. ഇനി നമ്മൾ ആ ചെറിയ ഡിഗ്രിയെ, അതായത് യുവിന്റെ ഡിഗ്രിയെ നമ്മൾ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഡിഗ്രി ഓഫ് യുവിന് കെ എന്ന് കൊടുത്തു. നമുക്കറിയാം ഡിഗ്രി ഓഫ് യു നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? ഡിഗ്രി ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഡബ്ല്യു എന്നാണ്. സോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഡബ്ല്യു. ഇനി നമുക്ക് നേരത്തെ കിട്ടിയ കണ്ടീഷൻ എന്തായിരുന്നു? ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്നാണ്. അതായത് കെ പ്ലസ് ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. സോ ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ കെയും കൂടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ n-1ന്റെ കൂടെ കെയും കൂടെ കൊണ്ടുപോകുമ്പോൾ n-k-1 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഈ കണ്ടീഷൻ. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-k-1 എന്നാണ് കിട്ടിയത്. പുട്ട് ഇറ്റ് ആസ് നമ്പർ 1. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1/2 ആയിരിക്കും. എന്തുകൊണ്ടാണ്? റീസൺ നമ്മളിവിടെ പറയുന്നുണ്ട്. കെയുടെയും ഡിഗ്രി ഓഫ് ഡബ്ല്യുവിന്റെയും സമ്മ, അതായത് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആണല്ലോ. ഡിഗ്രി ഓഫ് യുവിനെയാണ് നമ്മൾ കെ എന്ന് വിളിച്ചത്. അതായത് കെ പ്ലസ് ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആണ്. പക്ഷെ ഈ രണ്ട് ടേംസിൽ കെ ആണ് ചെറുത്. അപ്പോൾ ഈ കെയുടെ വാല്യൂ നമ്മുടെ സമ്മിന്റെ പകുതിയോ അതിനേക്കാൾ ചെറുതോ ആയിരിക്കും. കാരണം ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് n-1 വരെ മാക്സിമം വരാൻ പാടുള്ളൂ. ഈ ആഡ് ചെയ്യുന്ന ടേംസിൽ ചെറിയ ടേമാണ് കെ. അപ്പോൾ ഈ സമ്മിന്റെ പകുതിയേക്കാളും ചെറുതായിരിക്കും കെയുടെ വാല്യൂ. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1/2.
ഇനി നമ്മൾ W എന്ന് പറയുന്ന ഒരു പുതിയൊരു സെറ്റ് കൺസിഡർ ചെയ്യുവാണ്. ഈ സെറ്റ് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ലെറ്റ് W ഈക്വൽ ടു സെറ്റ് ഓഫ് V സച്ച് ദാറ്റ് W ആൻഡ് V ആർ നോൺ അഡ്ജസന്റ്. അതായത് ഡബ്ല്യുവിനോട് നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളുടെ കളക്ഷൻ ആണ് ക്യാപിറ്റൽ W. നമുക്ക് സ്മോൾ ലെറ്റർ W നമ്മുടെ കയ്യിലുണ്ട്. ഏതാണ് W? നമ്മൾ എടുത്ത UW എന്ന് പറയുന്ന പെയറിൽ ഒരു വെർട്ടെക്സ് ആണ് W. ഈ ഡബ്ല്യുവിനോട് നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള മറ്റ് വെർട്ടെക്സുകളുടെ കളക്ഷൻ, അതാണ് W എന്ന് പറയുന്നത്. V നോട്ട് ഈക്വൽ ടു W ആയിരിക്കണം. അങ്ങനത്തെ W അല്ലാതെ ഡബ്ല്യുവിനോട് നോൺ അഡ്ജസന്റ് ആയിട്ട് വരുന്ന വെർട്ടെക്സുകളുടെ കളക്ഷൻ ആണ് ക്യാപിറ്റൽ W എന്ന് പറയുന്ന സെറ്റ്. നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട് യുവും ഡബ്ല്യുവും നോൺ അഡ്ജസന്റ് ആണെന്ന്. അതുകൊണ്ട് UWനോട് നോൺ അഡ്ജസന്റ് ആയതുകൊണ്ട് U എവിടെ ഉണ്ടാവും? ക്യാപിറ്റൽ Wയിൽ ഉണ്ടാവും. ഇനി നമ്മൾ ക്യാപിറ്റൽ W, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ Wയിൽ ഒരു എലമെന്റ് കിട്ടി. സോ അത് നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഡബ്ല്യുവിനകത്തുള്ളൊരു ആർബിട്രറി എലമെന്റ് ആണ് V എന്ന് വിചാരിക്കുക. V എന്ന് പറയുന്നത് ഏതോ ഒരു എലമെന്റ് ആണ് ഡബ്ല്യുവിലുള്ളത്. ദെൻ ഡിഗ്രി ഓഫ് V പ്ലസ് ഡിഗ്രി ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് U പ്ലസ് ഡിഗ്രി ഓഫ് W ആയിരിക്കും. കാരണം നമ്മൾ യുവും ഡബ്ല്യു എങ്ങനെയാ ചൂസ് ചെയ്തത്? സം ഓഫ് ഡിഗ്രി മാക്സിമം വരുന്ന നോൺ അഡ്ജസന്റ് പെയേഴ്സ് ആണ് യുവും ഡബ്ല്യുവും. ഈ വിയും ഡബ്ല്യു എന്ന് പറയുന്നത് ഏതോ നോൺ അഡ്ജസന്റ് പെയറാ. അവരുടെ ഡിഗ്രി സമ്മ് എന്തായാലും മാക്സിമം വരില്ല, കാരണം മാക്സിമം വരുന്നത് ഇവർക്കാണ്. സോ ബാക്കി ഏത് നോൺ അഡ്ജസന്റ് പെയേഴ്സിന്റെ ഡിഗ്രി സമ്മ് എടുത്താലും ഇവരെക്കാൾ ചെറുതോ ഈക്വൽ ആകാം, കുഴപ്പമില്ല. ഇവരെക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അങ്ങനെയാണ് ഈ കണ്ടീഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് W രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് V ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് U. ഡിഗ്രി ഓഫ് U എന്ന് പറഞ്ഞത് നമ്മൾ K എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു, ഈക്വൽ ടു K എന്ന് കിട്ടും. സോ ഡിഗ്രി ഓഫ് V ലെസ് ദാൻ ഓർ ഈക്വൽ ടു K എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. Kയുടെ വാല്യൂ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? Kയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1/2 എന്ന് നമുക്ക് കിട്ടി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1/2 which is strictly less than n/2 ആണ്. This is true for all V belongs to capital W ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ ഡബ്ല്യുവിലെ എല്ലാ വികൾക്കും നമുക്ക് എന്ത് കിട്ടി? ഡിഗ്രി ഓഫ് V സ്ട്രിക്ട്ലി ലെസ് ദാൻ n/2 അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1/2. Therefore all vertices in W have degree ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. കാരണം V എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിലൊരു ആർബിട്രറി വെർട്ടെക്സ് ആയിരുന്നു, അതിന്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു K എന്നാ കിട്ടിയേക്കുന്നത്. ദാറ്റ് മീൻസ് ഡബ്ല്യുവിലെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? ക്യാപിറ്റൽ ഡബ്ല്യുവിലെ വെർട്ടെക്സുകളുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ K എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ നമ്പർ ഓഫ് നോൺ അഡ്ജസന്റ് വെർട്ടിസസ് ടു W. ഡബ്ല്യുവിനോട് നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളാണ് ക്യാപിറ്റൽ ഡബ്ല്യുവിലുള്ളത്. അവരുടെ എണ്ണം സ്ട്രിക്ട്ലി ലെസ് ദാൻ K ആണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു K-1 ആണ്. അപ്പൊ നോൺ അഡ്ജസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു K-1 ആണെങ്കിൽ അഡ്ജസന്റ് ആകുന്ന വെർട്ടെക്സുകളുടെ എണ്ണം എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 മൈനസ് K-1 ആയിരിക്കും. അതായത് മാക്സിമം അഡ്ജസന്റ് ആവാൻ പറ്റുന്നത് W ഒഴികെ ബാക്കിയുള്ള എത്ര വെർട്ടെക്സുകളുണ്ട്? n-1 വെർട്ടിസസ് ഉണ്ട്. പക്ഷെ അവരോട് എല്ലാവരോടും അഡ്ജസന്റ് ആവാൻ പറ്റില്ല, കാരണം നോൺ അഡ്ജസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു K-1 എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അഡ്ജസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 മൈനസ് K-1 എന്ന് വരും. ദാറ്റ് മീൻസ് വിച്ച് ഇസ് ഈക്വൽ ടു n-K. അപ്പോൾ ഡിഗ്രി ഓഫ് ഡബ്ല്യുവിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഡബ്ല്യുവിന്റെ ഡിഗ്രി തന്നെയാണ്. സോ ഡിഗ്രി ഓഫ് W ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ വാല്യൂ n-K എന്ന് കിട്ടി. അതിന് നമ്പർ 2 എന്ന് കൊടുക്കുക. നമ്പർ 1 എന്തായിരുന്നു? നമ്പർ 1 ഡിഗ്രി ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-K-1 എന്നായിരുന്നു നമ്പർ 1. അതായത് ഡിഗ്രി ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-K-1. ഇപ്പൊ നമുക്ക് കിട്ടി ഡിഗ്രി ഓഫ് W ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-K. അപ്പൊ ഇത് രണ്ടും കൂടെ സൈമിൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്യില്ല. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ അസംഷൻ തെറ്റാണ്. എന്തായിരുന്നു നമ്മുടെ അസംഷൻ? C of G ഈസ് നോട്ട് കംപ്ലീറ്റ് എന്നായിരുന്നു നമ്മുടെ അസംഷൻ. സോ C of G എന്തായിരിക്കും?
കംപ്ലീറ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് ഹാമിൽട്ടോണിയൻ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം പ്രകാരം സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് ജിയും ഹാമിൽട്ടോണിയൻ ആണ്. നമ്മുടെ തിയറത്തിന്റെ ഹൈപ്പോത്തിസിസ് എന്തായിരുന്നു? തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇതായിരുന്നു ആ കണ്ടീഷൻ: നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ജി വിത്ത് ഡിഗ്രി അറ്റ്മോസ്റ്റ് ജെ ഈസ് ലെസ് ദാൻ ജെ. അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് വിത്ത് ഡിഗ്രി നമ്മൾ ജെയ്ക്ക് കെ എന്ന് കൊടുക്കുക, അറ്റ്മോസ്റ്റ് കെ ഈസ് ലെസ് ദാൻ കെ. ജെയ്ക്ക് നമ്മൾ ജസ്റ്റ് കെ എന്നുള്ള വാല്യൂ കൊടുത്തേ ഉള്ളൂ. ഈ അറ്റ്മോസ്റ്റ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. സോ നമ്പർ ഓഫ് വെർട്ടിസസ് വിത്ത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ജെ. ദാറ്റ് മീൻസ് നമ്മുടെ ഡബ്ല്യുവിന്റെ കാർഡിനാലിറ്റി ലെസ് ദാൻ കെ ആണ്. കാരണം ഡബ്ല്യുവിലെ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഡബ്ല്യുവിൻ്റെ അകത്ത് വരാൻ പറ്റുന്ന വെർട്ടെക്സുകളുടെ എണ്ണം എന്തായാലും ലെസ് ദാൻ കെ ആയിരിക്കും. അപ്പൊ ലെസ് ദാൻ കെ എന്ന് പറഞ്ഞാൽ മാക്സിമം എവിടം വരെ ആകാം? കെ മൈനസ് 1 വരെ ആകാം. സോ മോഡ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1. നമുക്ക് കിട്ടിയത് എന്താ? ക്യാപിറ്റൽ ഡബ്ല്യുവിലെ വെർട്ടെക്സുകളുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ കെ എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ നമ്പർ ഓഫ് നോൺ അഡ്ജസന്റ് വെർട്ടിസസ് ടു ഡബ്ല്യു. ഡബ്ല്യുവിനോട് നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളാണ് ക്യാപിറ്റൽ ഡബ്ല്യുവിലുള്ളത്. അവരുടെ എണ്ണം സ്ട്രിക്ട്ലി ലെസ് ദാൻ കെ ആണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1 ആണ്. അപ്പൊ നോൺ അഡ്ജസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1 ആണെങ്കിൽ അഡ്ജസന്റ് ആകുന്ന വെർട്ടെക്സുകളുടെ എണ്ണം എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 മൈനസ് കെ മൈനസ് 1 ആയിരിക്കും. അതായത് മാക്സിമം അഡ്ജസന്റ് ആവാൻ പറ്റുന്നത് ഡബ്ല്യു ഒഴികെ ബാക്കിയുള്ള എത്ര വെർട്ടെക്സുകളുണ്ട്? n മൈനസ് 1 വെർട്ടിസസ് ഉണ്ട്. പക്ഷെ അവരോട് എല്ലാവരോടും അഡ്ജസന്റ് ആവാൻ പറ്റില്ല. കാരണം നോൺ അഡ്ജസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1 എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അഡ്ജസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 മൈനസ് കെ മൈനസ് 1 എന്ന് വരും. ദാറ്റ് മീൻസ് വിച്ച് ഇസ് ഈക്വൽ ടു n മൈനസ് കെ. അപ്പോൾ ഡിഗ്രി ഓഫ് ഡബ്ല്യു, ഡബ്ല്യുവിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഡബ്ല്യുവിന്റെ ഡിഗ്രി തന്നെയാണ്. സോ ഡിഗ്രി ഓഫ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ വാല്യൂ n മൈനസ് കെ എന്ന് കിട്ടി. അതിന് നമ്പർ 2 എന്ന് കൊടുക്കുക. നമ്പർ 1 എന്തായിരുന്നു? നമ്പർ 1 ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ മൈനസ് 1 എന്നായിരുന്നു നമ്പർ 1. അതായത് ഡിഗ്രി ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ മൈനസ് 1. ഇപ്പൊ നമുക്ക് കിട്ടി ഡിഗ്രി ഓഫ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ. അപ്പൊ ഇത് രണ്ടും കൂടെ സൈമിൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്യില്ല. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ അസംഷൻ തെറ്റാണ്. എന്തായിരുന്നു നമ്മുടെ അസംഷൻ? സി ഓഫ് ജി ഈസ് നോട്ട് കംപ്ലീറ്റ് എന്നായിരുന്നു നമ്മുടെ അസംഷൻ. സോ സി ഓഫ് ജി എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഹാമിൽട്ടോണിയൻ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം പ്രകാരം സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് ജിയും ഹാമിൽട്ടോണിയൻ ആണ്.